കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ശ്രീ PS ഗോപകുമാറിലേക്കാണ് പോകുന്നത്. VC-യുടെ നിലപാടിനെ ഏറ്റവും ഒടുവിലായി ഇടത് സെനറ്റ് അംഗങ്ങൾ എതിർത്തിരിക്കുകയാണ്. അവരൊരു വെല്ലുവിളി തന്നെ ഉയർത്തിയിട്ടുണ്ട്. നാളെ രജിസ്ട്രാർ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തും, സർവകലാശാലയിലെത്തും, അദ്ദേഹത്തിൻ്റെ കസേരയിലിരിക്കും എന്നുള്ള ഒരു വെല്ലുവിളി. നമുക്ക് VC-യുടെ നടപടിയും VC എന്തുകൊണ്ടാണ് ആ നടപടി എടുത്തതും എന്നുള്ളതിലേക്കൊക്കെ വരാം. പക്ഷേ ഇത്തരമൊരു നടപടിയിലേക്ക് കടന്നതിന് ശേഷം എന്തുകൊണ്ടാണ് ഇടത് സെനറ്റ് അംഗങ്ങൾ ഇത്തരത്തിലുള്ള ഒരു വെല്ലുവിളി നടത്തിയിരിക്കുന്നത്? അതിന് ഏതെങ്കിലും രീതിയിലുള്ള നിയമ പ്രാധാന്യമുണ്ടോ? അല്ല, ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഇത്തരമൊരു വെല്ലുവിളി സ്വാഭാവികമാണ്. കാരണം ഇക്കഴിഞ്ഞ 25-ാം തീയതി കേരള സർവകലാശാലയുടെ സെനറ്റ് ഹാളിലുണ്ടായ സംഭവ വികാസങ്ങൾക്ക് പൂർണ്ണമായും ഉത്തരവാദിത്വം ഒരു വിഭാഗം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കാണെന്ന് ആദ്യം മുതലേ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതാണ്. ആ കാര്യം ഞങ്ങൾ പുറത്തു മാധ്യമങ്ങൾ കൂടി അതുപോലെ തന്നെ പുറത്ത് പറയുകയും ചെയ്തിട്ടുള്ളതാണ്. ഇപ്പൊ ഇവിടെ ഇരയാകപ്പെടുകയായിരുന്നു ബഹുമാനപ്പെട്ട രജിസ്ട്രാർ എന്ന് വേണം പറയാൻ. അദ്ദേഹം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ നടന്ന ഒരു ഗൂഢാലോചനയിൽ ഇദ്ദേഹത്തെ ചാപ്പകുത്തി ആ പരിപാടി അലങ്കോലപ്പെടുത്താൻ സെനറ്റ് ഹാളിലേക്ക് അയക്കുകയായിരുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ നിരീക്ഷണം. രജിസ്ട്രാർ സ്വന്തം നിലയിൽ ചാൻസലർ കൂടിയായ സംസ്ഥാനത്തിന്റെ ഭരണാധികാരി കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട ഗവർണറുടെ പരിപാടി ഇത്തരത്തിൽ അട്ടിമറിക്കാനും ഗവർണർക്ക് സുരക്ഷാ വീഴ്ച ഉണ്ടാക്കുന്ന തരത്തിൽ ഇടപെടാനും സ്വമേധയാ അദ്ദേഹം ഒരു കാരണവശാലും ധൈര്യപ്പെടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഇടത് സിൻഡിക്കേറ്റങ്ങൾ ഈ തരത്തിൽ നിർദ്ദേശം കൊടുക്കുകയും അവരുമായി ചേർന്നൊരു ഗൂഢാലോചന നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അന്ന് ഈ തരത്തിൽ ഇടപെട്ടത്. അപ്പോൾ അങ്ങനെ അവരുടെ ഗൂഢാലോചനയുടെ ഭാഗമായി നിർദ്ദേശാനുസരണം പ്രവർത്തിച്ച രജിസ്ട്രാർക്ക് സുരക്ഷാ കവചം ഒരുക്കുക എന്നുള്ളത് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഒരു ബാധ്യതയാണ്. അപ്പോ ആ ബാധ്യത നിറവേറ്റുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ തരത്തിലൊരു അവർ പ്രതീക്ഷിക്കുന്ന തരത്തിലൊരു സുരക്ഷാ കവചം ഒരുക്കി അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്നത്. അത്തരത്തിൽ ആഗ്രഹിക്കുന്നതിന് ആർക്കും തെറ്റില്ല. സർവകലാശാലയുടെ ചട്ടപ്രകാരവും നിലവിലുള്ള സ്റ്റാറ്റ്യൂട്ട് പ്രകാരവുമാണ് VC-ക്കുള്ള അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം ഈ തരത്തിലൊരു സസ്പെൻഷൻ പുറപ്പെടുവിച്ചിട്ടുള്ളത്. അത് വെല്ലുവിളിക്കുക എന്ന് പറയുമ്പോൾ നിയമത്തെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ നമുക്ക് ജനാധിപത്യ സമ്പ്രദായത്തിൽ ഓരോ പൊസിഷനിൽ ഇരിക്കുന്ന ആളുകൾക്ക് അതിൻ്റെതായ അധികാരങ്ങളുണ്ട്. ആ അധികാരങ്ങൾ പ്രയോഗിച്ച് ഓരോ നടപടി എടുക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇതൊന്നും ബാധകമല്ല, ഞങ്ങൾ പഴയതുപോലൊക്കെ തന്നെ പെരുമാറും എന്ന് പറയുന്നത് ജനാധിപത്യത്തോടുള്ള അട്ടിമറിയാണ്, സർവകലാശാല നിയമങ്ങളോടുള്ള വെല്ലുവിളിയാണ്. അങ്ങനെയാണ് എനിക്ക് അതിനെ പ്രാഥമികമായിട്ട് കാണാൻ കഴിയുക. ശരി, ഇവിടെ നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി, രജിസ്ട്രാർ താങ്കൾ തന്നെ പറഞ്ഞാണ് രജിസ്ട്രാർ ആരുടെയോ സമ്മർദ്ദത്തിന് വഴങ്ങി എന്നുള്ളത്. അത്തരത്തിലൊരു ബാഹ്യ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ട് രജിസ്ട്രാർക്ക് ആ പദവി ദുരുപയോഗം ചെയ്യാൻ സാധിക്കുമോ? അദ്ദേഹം തികച്ചും അതിൽ ബോധവാനാകുകയില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് അതിലേക്ക് നയിച്ചത്? രജിസ്ട്രാർ ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയെന്ന് വിശ്വസിക്കാൻ പല കാരണങ്ങളുമുണ്ട്. ഒന്ന്, അദ്ദേഹം കേരള സർവകലാശാലയുടെ കീഴിലുള്ള ഒരു എയ്ഡഡ് കോളേജിലെ അധ്യാപകനായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു. അതിനുശേഷം ആ കോളേജിന്റെ ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു കോളേജിന്റെ പ്രിൻസിപ്പളായിട്ട് അധികാരമേറ്റു. അപ്പോ സ്വാഭാവികമായിട്ടും എയ്ഡഡ് കോളേജിലെ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ പ്രിൻസിപ്പൾ എന്നുള്ള നിലയിൽ സർവകലാശാലയുടെ രജിസ്ട്രാറിലേക്ക് ഡെപ്യൂട്ടേഷന് നോർമലി അത് സാധിക്കുന്ന ഒന്നല്ല. ചട്ടപ്രകാരം സർവീസ് റൂൾസ് അനുസരിച്ച് ഗവൺമെന്റ് സർവൻസ് അല്ലെങ്കിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെയാണ് മറ്റേതെങ്കിലും ഒരു വകുപ്പിലേക്ക് അവരുടെ സേവനം ആവശ്യപ്പെടുന്ന സമയത്ത് ഡെപ്യൂട്ടേഷനായിട്ട് പോവുകയും വരികയൊക്കെ ചെയ്യുക. ഇവിടെ അങ്ങനെയല്ല. കേരളത്തിലെ ഒരു എയ്ഡഡ് സ്ഥാപനത്തിലെ പ്രിൻസിപ്പൽ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് സർവകലാശാലയുടെ രജിസ്ട്രാർ പദവിയിലേക്ക് ഡെപ്യൂട്ടേഷൻ വരാൻ സാധാരണഗതിയിലെ ചട്ടങ്ങൾ അനുവദിക്കില്ല. പക്ഷെ ഗവൺമെന്റിന് അദ്ദേഹത്തോട് താല്പര്യമുണ്ട്. ആ താല്പര്യത്തിന്റെയും അതുപോലെ തന്നെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഭൂരിപക്ഷം ഉപയോഗപ്പെടുത്തിക്കൊണ്ടുമാണ് അദ്ദേഹം സർവകലാശാലയുടെ രജിസ്ട്രാർ പദവിയിലെത്തിയത്. ആ രജിസ്ട്രാർ എന്നുള്ള നിലയിൽ 4 വർഷം പൂർത്തിയാക്കിയതിനു ശേഷം അദ്ദേഹത്തിന്റെ പുനർനിയമനം വന്ന സമയത്തും സ്വാഭാവികമായിട്ട് ഇതേപോലെ തന്നെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഭൂരിപക്ഷം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹത്തെ ആ പോസ്റ്റിലേക്ക് അവരോധിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരോടൊരു വിധേയത്വം തോന്നാം. അതൊരു കുറ്റമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ജനാധിപത്യത്തിൽ എങ്ങനെ പാടുണ്ടോ എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ നാട്ടു നടപ്പനുസരിച്ച് അവരുടെ ഒരു താല്പര്യപ്രകാരം ആ പദവിയിലേക്ക് വന്ന ആളെന്നുള്ള നിലയിൽ അവരുടെ താല്പര്യങ്ങൾക്കും അതുപോലെ തന്നെ നിർദ്ദേശങ്ങൾക്കും വശമതനാകുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഇവിടെ എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ തരത്തിലൊരു ഗൂഢാലോചനയ്ക്ക് വശംവദനായി അല്ലെങ്കിൽ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ സെനറ്റ് ഹാളിലെ പരിപാടിയിൽ ഇടപെട്ടത് എന്ന് പറയാൻ നമുക്ക് ചില ബോധ്യങ്ങളുണ്ട്. ഒന്ന്, നമുക്കറിയാം ശ്രീപത്മനാഭ സേവാ സമിതി അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികത്തിന്റെ ആചരണവുമായി ബന്ധപ്പെട്ടാണ്
സെനറ്റ് ഹാളില് വളരെ നേരത്തെ തന്നെ 65,000-ഓളം രൂപ 3 ഹെഡിലായിട്ട് ക്ലീനിങ് ചാർജ് 2,000 രൂപ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ റീഫണ്ടബിൾ ആയിട്ടുള്ള ഒരു 10,000 രൂപ അടക്കം 65,000 രൂപ ഹാളിന് വാടക അനുസരിച്ച് നിശ്ചയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അവർക്ക് രജിസ്ട്രാർ സർവകലാശാലയുടെ ഇത്തരത്തിലുള്ള സ്റ്റാറ്റ്യൂട്ട് പ്രകാരം അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരം സെനറ്റ് ഹാൾ വാടകയ്ക്ക് കൊടുക്കുന്നതിന് ചില നിബന്ധനകളുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ മതപരമായ ആരാധനകൾ പാടില്ല, അടിവരയിട്ട് പറയാം, മതപരമായ ആരാധനകൾക്ക് ഈ സ്ഥലം ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ മതപരമായ പ്രഭാഷണങ്ങൾക്ക് ഹാൾ ഉപയോഗിക്കരുത്. ഈ കണ്ടീഷൻ അവർക്ക് കൊടുക്കുകയും അവരെ കണ്ടീഷൻ പരസ്പരം അംഗീകരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിപാടിക്ക് ഹാൾ വിട്ടുകൊടുത്തത്. യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തന സമയം 25-ാം തീയതി വൈകിട്ട് 5 മണിക്ക് ശേഷം നിങ്ങൾക്ക് ഹാൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. 5:30 മണിക്കാണ് പരിപാടി നിശ്ചയിച്ചിട്ടുള്ളത്. 5 മണിക്ക് ആ ഹാളിന്റെ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ടതിന് സംഘാടകർ അവർ വരുന്ന സമയത്ത് ഇദ്ദേഹം അവിടെ വരുന്നുണ്ട്. അത് മറ്റാരുടെയോ ഇടപെടലോ നിർദ്ദേശമോ അനുസരിച്ചാണെന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ വരുന്ന സമയത്ത് 5:30-നാണ് ബഹുമാനപ്പെട്ട കേരള ഗവർണറുടെ, അത് സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം സർവകലാശാലയുടെ പരമാധികാരി കൂടിയാണ്. അപ്പൊ സർവകലാശാലയുടെ പരമാധികാരി കൂടിയായിട്ടുള്ള ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി സംബന്ധിച്ച് അതിന്റെ അന്തിമ തയ്യാറെടുപ്പുകൾ നടക്കുന്നു. സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാരെ, സംസ്ഥാന ഭരണ തലവൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാക്കുന്നു. അവരെ ആ പ്രോഗ്രാമിന്റെ ഉത്തരവാദിത്വം രാജ്ഭവനിൽ നിന്ന് വന്നിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ സുരക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥന്മാർ ഏറ്റെടുക്കുന്നു. എല്ലാ സെക്യൂരിറ്റി പരിശോധനകളും പൂർത്തിയാക്കിയ സമയത്താണ് ബഹുമാനപ്പെട്ട രജിസ്ട്രാർ അവിടെ വന്നിട്ട് ആദ്യം പറയുന്നത്, ഇത് നിങ്ങൾ മതപരമായ ചിഹ്നങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ക്യാൻസൽ ചെയ്യും, ഈ പെർമിഷന്, ഈ സെനറ്റ് ഹാളുകളുടെ അനുമതി റദ്ദാക്കും എന്ന് പറയുകയാണ്. അപ്പോൾ അനുമതി റദ്ദാക്കും എന്ന് പറയുന്നതല്ലാതെ രേഖാമൂലം കൊടുക്കാൻ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം മാധ്യമങ്ങളോട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സുരക്ഷാ പരിശോധന എല്ലാം പൂർത്തിയാക്കിയിട്ട് ഗവർണറുടെ സാന്നിധ്യത്തിന് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് സെനറ്റ് ഹാളില് ഇദ്ദേഹം കടന്നു കയറുകയാണ്. കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും, ഓൺലൈൻ മാധ്യമങ്ങളടക്കം, പ്രിന്റ് മീഡിയ അടക്കം, അതുപോലെ തന്നെ വിഷ്വൽ മീഡിയാസ് അടക്കം നിരവധി മാധ്യമ പ്രവർത്തകരും അവരെ നേരിട്ട് ഇദ്ദേഹം അഭിമുഖം നടത്തുകയാണ്. ഇതിനുള്ള അനുമതി റദ്ദാക്കുമെന്ന് പറയുകയാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് യാതൊരു സർവീസ് സംബന്ധമായിട്ട് യാതൊരു അധികാരവുമില്ലാത്ത ഒരു കാര്യമാണ് അവിടെ പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ ഈ പരിപാടി 5:30-ന് നടക്കേണ്ട പരിപാടി 55 മിനിറ്റ് നേരം ബഹുമാനപ്പെട്ട രജിസ്ട്രാറുടെ ഇടപെടൽ മൂലം വൈകി. നേരത്തെ പറഞ്ഞതുപോലെ സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാക്കിയ സെനറ്റ് ഹാളിലെ വേദി പൂർണ്ണമായിട്ടും സുരക്ഷിതത്വം ഇല്ലാതായി മാറി. ഗവർണർ വരുമോ ഇല്ലയോ എന്നുള്ളത് ആശങ്കയായി. അങ്ങനെ 6:25-ന് 55 മിനിറ്റ് നേരം വൈകിട്ടാണ് ഈ പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തതിൽ നിന്ന് 55 മിനിറ്റ് വൈകി പ്രോഗ്രാം ആരംഭിച്ചു. നമുക്കറിയാം, ബഹുമാനപ്പെട്ട ഗവർണർ VVIP-കൾ പങ്കെടുക്കുന്ന, ഗവർണറെ പോലുള്ള ആളുകൾ VVIP-കൾ പങ്കെടുക്കുന്ന സമയത്ത് ആ പ്രോഗ്രാമിന്റെ ഓരോ മിനിറ്റും ഷെഡ്യൂൾ ചെയ്യും. അത് രാജ്ഭവനിൽ ഉദ്യോഗസ്ഥന്മാർ അപ്രൂവ് ചെയ്തിട്ടാണ്, രാജ്ഭവനിലെ ഭരണ സംവിധാനം അപ്രൂവൽ ചെയ്ത് കൊടുക്കുന്ന അനുസരിച്ചാണ് ഇത് പ്രോഗ്രാം നടക്കുന്നത്. ഓരോ മിനിറ്റിലും ഓരോ പ്രോഗ്രാം ഉണ്ട്, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ അവിടെ നടക്കണം ആ ഷെഡ്യൂൾ പ്രകാരം. അങ്ങനെ നിശ്ചയിക്കപ്പെട്ട പരിപാടി 55 മിനിറ്റ് വൈകി തുടങ്ങുന്നു. ഇദ്ദേഹം പോയിട്ട് വീണ്ടും ഒരു 14 മിനിറ്റ്, അതായത് ബഹുമാനപ്പെട്ട ചാൻസലർ കൂടിയായ ഗവർണർ സർവകലാശാലയുടെ സെനറ്റ് ഹാളിലെത്തി നിശ്ചയിക്കപ്പെട്ട പ്രോഗ്രാം ആരംഭിച്ച് അതിന്റെ ദേശീയ ഗാനത്തോടുകൂടി ആരംഭിച്ച് മുന്നോട്ട് പോകുന്ന സമയത്താണ് ഒരു മെയിൽ രാജ്ഭവനിലേക്ക് അയക്കുന്നത്, ഈ പരിപാടിക്കുള്ള അനുമതി റദ്ദാക്കി എന്നുള്ളത്. ഇതേ സമയത്ത് തന്നെ കേരള സർവകലാശാലയുടെ ഗേറ്റിന് പുറത്ത് ഒരു ഇടത് സിൻഡിക്കേറ്റ് അംഗം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അവിടെ മാധ്യമങ്ങളോട് പറയുകയാണ്, ഒരടി മുന്നോട്ട് ഗവർണറെ, ചാൻസലറെ ഞങ്ങൾ കടത്തിവിടില്ല എന്ന് ആഹ്വാനം ചെയ്യുകയാണ്, മാധ്യമങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. ഇതനുസരിച്ച് 100 കണക്കിന് കുട്ടികൾ, SFIയുടെ കുട്ടികളും അതുപോലെ തന്നെ ഈ ഗവർണറുടെ തന്നെ പരിപാടി അലങ്കോലപ്പെടുത്താൻ നേരത്തെ പാർട്ടി നിയോഗിച്ച ആളുകളും ഒക്കെ തന്നെ അവിടെ കടന്നു വരികയാണ്. അവരെല്ലാം ഈ സെനറ്റ് ഹാളിന് മുന്നിൽ തടിച്ചുകൂടിയിട്ട് ഗവർണറുടെ പരിപാടി, ഗവർണർക്ക് സുരക്ഷാ പ്രശ്നം പോലും ഉണ്ടാകുന്ന തരത്തിലാണ് ഇടപെടുന്നത്. അപ്പൊ ഇത് രണ്ടും കൂടി ചേർത്ത് വായിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട രജിസ്ട്രാർ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുമായിട്ട് ചേർന്ന് ഗൂഢാലോചന നടത്തി. ആ ഗൂഢാലോചനയുടെ അനുസരിച്ചുള്ള തിരക്കഥയുടെ അനുസരിച്ചാണ് അദ്ദേഹം അവിടെ വന്ന് ഈ തരത്തിൽ മാധ്യമങ്ങളെ കണ്ടതും ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഈ പരിപാടി ക്യാൻസൽ ചെയ്യുന്നു എന്ന് പ്രഖ്യാപിച്ചത് പരിപാടി നടക്കുന്ന സമയത്താണ്. അപ്പോ ഇതാണ് അവിടെ നടന്നിട്ടുള്ളത്.